ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനൊരു നെയ്റ്റി കട്ടിങ് ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. ഇത് 3/4 ഉള്ളൊരു നെയ്റ്റിയാണ്. ഇത് 2.50 ഉള്ളൂ ഈ നെയ്റ്റി പീസ്. അതിനകത്ത് നമുക്ക് 3/4 കൈ വയ്ക്കണം. 56 ഇഞ്ച് ഇറക്കവും അത്യാവശ്യം വണ്ണമുള്ള ഒരു നെയ്റ്റി ആണ് ഇത് അളവിന് തന്നേക്കുന്നത് കസ്റ്റമറിന്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഇതിന് കൈക്ക് തുണി കിട്ടണമെന്ന് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ. മിക്ക ആളുകളും ഇത്രയും നെയ്റ്റി പീസിൽ നമുക്ക് 3/4 ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കസ്റ്റമർ. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. നമുക്ക് തുണി തീരെ കുറവാണ്, എന്നാലും ചെയ്യാം. ഇത് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ആദ്യം തന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇത് 11 ഇഞ്ച് ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബോഡി പാർട്ട്. അത് ഒരുവിധം പൊക്കമുള്ള ആളുടെയാണ്. അപ്പോൾ പൊക്കം കുറവുള്ളവർക്കാണെങ്കിൽ ഒരു 10 ഇഞ്ച് 10.5 ഇഞ്ചൊക്കെ മതി. ഞാനിത് 11 ഇഞ്ചിൽ ബോഡി പാർട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ വണ്ണം വന്നത് 19 ഇഞ്ചാണ്. ബോഡി പാർട്ടിൻ്റെ വണ്ണം വന്നത് 19 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച് ഇറക്കവും 19 ഇഞ്ച് വണ്ണം. 19 ഇഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി 9.5 ഇവിടെ അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ചോട് കൂടി 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ച് വണ്ണവും 11 ഇഞ്ച് ഇറക്കത്തിലും ആണ് ഇവിടെ വരച്ച് വെച്ചേക്കണം. അപ്പോൾ അത് നമുക്കൊരു സ്ക്വയർ പോലെ വരച്ചെടുക്കാം ആദ്യം തന്നെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കതൊക്കെ വരച്ചെടുക്കാൻ എളുപ്പമുണ്ട്, സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം നമുക്ക്. ഇത് ഇവിടെ ഇട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ട നെക്ക്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ആണ് നമ്മൾ ഇറക്കം എടുക്കുന്നത്. ഇത് നോക്കാം നമുക്ക്. ഷോൾഡറിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം കിട്ടുന്നത് 5.5 ആണ്. ഇതിൻ്റെ 5.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. പിന്നെ നെക്കിൻ്റെ വൈഡ് ഒരു നെയ്റ്റിയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു 2.25 ഇട്ടാൽ മതി വൈഡ്. ഇത് എത്രയെന്ന് വെറുതെ നോക്കാം നമുക്ക്. ഇതിൻ്റെ വൈഡ്, അടിഭാഗത്തിൻ്റെ വൈഡ് ഇതിനകത്ത് വന്നത് 5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി നമുക്ക് മേളിൽ 5.5 കിട്ടാൻ പാകത്തിന് ചെയ്താൽ മതി. അടിഭാഗം ഒരു 2.25 കൊടുത്താൽ മതി. സ്ക്വയർ നെക്കാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ അടിഭാഗം ഒരുപാട് വൈഡായിട്ടിരുന്ന പ്രായമായ ആളുടെയുമാണല്ലോ, അപ്പോൾ ഇതുണ്ടാവില്ല. പിന്നെ ഒരുപാട് ഒതുക്കി ചിലർക്ക് നെക്ക് ചെറുതായിട്ട് ചെയ്താൽ മതി. ഈ കസ്റ്റമർ നെക്ക് അത്യാവശ്യം 5.5 ഇഞ്ച് ലെങ്ത്ത് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5.5 അടയാളപ്പെടുത്തി. ഇനി ഷോൾഡറിൻ്റെ വീതിയാണ്. ഷോൾഡർ വീതി ഇതിനകത്ത് 4.5 വന്നത്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂടി കൂട്ടി നമുക്ക് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. 5 ഇഞ്ച് ഇട്ടാൽ ഇനി നമുക്ക് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് തന്നെ അളവാണ് എടുക്കണേ കേട്ടോ. ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വരില്ല. ഇത് നെയ്റ്റി കട്ടിങ്ങിൻ്റെ നെയ്റ്റിയാണ് കേട്ടോ ചെയ്യണത്, ചുരിദാർ മോഡൽ നെയ്റ്റി അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ 7 ഇഞ്ച് ആണ് കിട്ടിയേക്കണത്. 7.5 ഇടാം നമുക്ക്, 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് തന്നെ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറിൽ നിന്ന് ഇതിങ്ങനെ നമ്മൾ ആ 7.5 ഇഞ്ചിലേക്ക് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ 11 ഇഞ്ചിൽ നിന്ന് ആ 7.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിനകത്തേക്ക് ഇത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെ വളച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ബോഡി പാർട്ടിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാട്ടെ നിങ്ങൾ. ഇത് കഴുത്തും ഇങ്ങനെ വളച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് ഇപ്പോൾ കട്ട് ചെയ്യൂല കേട്ടോ. നെക്ക് കട്ട് ചെയ്യുന്നത് നമ്മൾ ഇത് വേറെ പീസാക്കി കഴിഞ്ഞിട്ടാണ്. ബാക്ക് കുറച്ച് മതിയില്ല. ഇത് നമ്മൾ ഫ്രണ്ട് നെക്കാണ് 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നത്. 5.5 ഇഞ്ച് ഇത് കണ്ട. പിന്നെ ഇങ്ങോട്ട് 11 ഇഞ്ച്. ഈ 11 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് 10 ഇഞ്ച്. 10 ഇഞ്ച് വണ്ണം. ഇത് ഷോൾഡർ വീതി. ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കമാണ് 7 ഇഞ്ച് പറഞ്ഞത്. 7.5 ഇഞ്ച്. 7 ഇഞ്ചും അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ലെങ്ത്തിലേക്ക് വരച്ചു കൊടുത്തു. കണ്ട, നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബോഡി പാർട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക്
ബാക്കി കൈയും ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ അളന്നേക്കണ വരച്ച് വെച്ചേക്കണ അതിലൂടെ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ നേരെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അത് കൈയുടെ പീസാണ് കേട്ടോ ബാലൻസ്. ഇത് താഴെയിട്ടുള്ള പാവാട പീസും. ഇനി നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ടാക്കിയിട്ട് ഇത് ജോയിൻ്റ് ചെയ്ത് ഷോൾഡർ ഭാഗം ജോയിൻ്റ് ഇരിക്കാനുള്ള അത് നമുക്ക് രണ്ടാക്കി എടുക്കാം, ഫ്രണ്ടും ബാക്കും. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് വരച്ച് വെച്ചേക്കണ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ രണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. രണ്ടാക്കി. ഇനി ഫ്രണ്ടിൽ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം തന്നെ. ഇത് തുണി കുറവാണെങ്കിലും നമുക്ക് കൈ കിട്ടുന്ന രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്യണത്. ഇനി ഇത് ബാക്ക് കട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കൈയുടെ ഇത് നിങ്ങളെ കാണിച്ചു തരാം. ഈ പീസ് നമുക്ക് ഒട്ടും ബാലൻസ് വരില്ല കേട്ടോ. ഈ നൈറ്റി പീസിൽ നിന്ന് നമ്മൾ ഒരു ചെറിയ നുള്ള പീസ് മാത്രമേ ബാലൻസ് ഇതിന് കിട്ടുള്ളൂ നമ്മൾ ചെയ്ത് വരുമ്പോൾ. ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുകയാണ്. ഇനി ബാക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. 3 ഇഞ്ച് ഇറക്കാണ്. 1.5 ഇഞ്ച് ഉണ്ട് ഇതിനകത്ത്. 3 ഇഞ്ച് മതി നമുക്ക്. ബാക്കൊക്കെ പ്രായമായവർക്കൊക്കെ ഒരുപാട് ഇറക്കി കഴിഞ്ഞൊരു ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ 3 ഇഞ്ച്, ചിലരുടെ 2 ഇഞ്ചൊക്കെ വരലുള്ളൂ. ഇത് നെക്ക് അത്യാവശ്യം ഇറക്കമുള്ളതാണ്. അപ്പോൾ 3.5 ഉണ്ട്. ഞാൻ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളൂ. അത് സ്ക്വയറല്ല, റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. അളവിൽ സ്ക്വയറാണ് ഇരിക്കുന്നത്. ബാക്ക് നമുക്ക് റൗണ്ടാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ റൗണ്ട് കട്ട് ചെയ്യാണ്. അതുപോലും നമുക്ക് ആവശ്യം വരും കേട്ടോ. ആ നെക്ക് കട്ട് ചെയ്ത പീസ് പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇതാണ് നമുക്ക് സ്ലീവിന് കിട്ടിയേക്കണ തുണി. അപ്പോൾ 15 ഇഞ്ച് ഇറക്കമുണ്ട് അവരുടെ സ്ലീവിന്. പക്ഷേ ഇത് ആണ് നമുക്ക് സ്ലീവിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന് ഇതാണ് കേട്ടോ അവരുടെ സ്ലീവ് ലെങ്ത്ത് എത്രയുണ്ടെന്ന് നോക്കാം നമുക്ക്. 15 ഇഞ്ച് തീർന്ന് കിട്ടണം. ഇതിനകത്ത് നമുക്ക് 9 ഇഞ്ചായിട്ടേ ഉള്ളൂ ഈ കൈയുടെ ഇത്. നോക്കി കണ്ട. അരക്കൈയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷേ ഇവർക്ക് 15 ഇഞ്ച് ഇറക്കം വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് ബോഡിയുടെ പാവാട പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. നമുക്ക് ആദ്യം തന്നെ ഇത് ഉള്ള ഇറക്കത്തിലുള്ള കൈ നമ്മുടെ ഈ അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത് ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെടുക്കാം. എന്നിട്ട് അടിയിൽ ജോയിൻ്റ് ചെയ്യാനുള്ള പീസും കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തെടുക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ക്യാമറ ശരിയല്ലാന്ന് തോന്നുന്നു. ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ള പീസ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അടിഭാഗത്തിന് ചെറിയൊരു വ്യത്യാസം വേറ്റർക്കുണ്ടത്. അപ്പം മേളിലോട്ട് നോക്കി നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു കൈക്ക് ഇറക്കവും കൂടുതലും കുറവും വരും. ചില മെറ്റീരിയൽ വരുമ്പോൾ അങ്ങനെ വരും. നമ്മൾ സെൻറ്റർ എത്ര കറക്റ്റാക്കി വെച്ചാലും ഒരു പീസിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ചെറിയൊരു വ്യത്യാസം ഒരു കൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്. ഇനി നമുക്ക് ബാലൻസ് ബാക്കിയുള്ള പീസ് ഉണ്ടല്ലോ, താഴേട്ടുള്ള നമ്മൾ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണ പീസ്, അതാണ് ഞാൻ ഈ എടുത്തേക്കണത്. അത് എൻ്റെ ഫ്രണ്ട് മാറ്റിയിട്ട് ബാക്ക് പീസ് മാത്രമാണ് എടുത്തേക്കണം. നമുക്ക് ഇത് എന്തോരം ഇറക്കം കിട്ടുമെന്ന് നോക്കാം. 44 ഇഞ്ച് ഇറക്കം നമുക്ക് വേണം. ഇതിപ്പോൾ 46 ഇഞ്ച് ഇറക്കമുണ്ട്. അപ്പോൾ ഇറക്കം കറക്റ്റാണ്. അത് നോക്കിയിട്ട് വേണം കേട്ടോ ആദ്യം തന്നെ കട്ട് ചെയ്യാൻ. ഇതിൻ്റെ നമ്മളിത് ഇവിടുന്ന് തുടങ്ങിയുള്ള ഇറക്കമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് നോക്കണം. സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇറക്കം കറക്റ്റായിട്ട് കിട്ടൂല. അതെങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കണം. ഇത് 44 ഇഞ്ച് ഇറക്കാണ് കേട്ടോ വന്നത്.
44 ഇഞ്ച് ഇറക്കം തീർന്ന് കിട്ടണം. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടി 46 ഇഞ്ച് ഇറക്കം വേണം നമ്മൾ. അപ്പോൾ അത് അത്യാവശ്യം ഇറക്കമുണ്ട്. ഇതിലൊരു പീസിൽ നിന്നാണ് നമ്മൾ ഈ കൈക്ക് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ഇത് നമുക്ക് ബാക്കും ഫ്രണ്ടും ഉള്ളതിന് നമുക്ക് ബാക്കിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എടുക്കണം. ഞാനത് നമ്മൾ 4 പീസായിട്ടുള്ള ഇത് മടക്കായിട്ടുള്ള മടക്കിയിട്ടേക്കണേ. അതിൽ നിന്ന് ഒരു പീസ് മാറ്റി ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ഇത് ബാക്ക് പീസാണ്. ഈ ബാക്ക് പീസിൽ നിന്നാണ് ഞാൻ കൈക്ക് ഉള്ള തുണി എടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്ക് എത്ര ഇറക്കം വേണം എന്നുള്ളതനുസരിച്ച് ഒരുപാട് നമ്മൾ ബാക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ഒരു കൂടി വന്നാൽ ഒരു 5 ഇഞ്ച് അത്രേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിൽ ഫ്ലീറ്റ് അധികം ഇല്ലയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. എല്ലാവർക്കും ബാക്ക് നല്ല ഒതുങ്ങിയിരിക്കാനാണ് ഇഷ്ടം. ഫ്രണ്ടിൽ ഫ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബാക്ക് ഒതുങ്ങിയിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. 1 2 ഞെറിവ് ബാക്കിൽ വന്നാൽ മതി. ചിലർക്ക് അത് ചുരിദാർ മോഡൽ പോലെ ബാക്ക് വന്നിട്ട് ഫ്രണ്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുത്താലും അതും ഇഷ്ടമാണ്. അപ്പം ഞാൻ മിക്ക കസ്റ്റമറിനും ഇങ്ങനെ കൈ അധികം വേണ്ടവർക്ക് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണേ. ചിലർ മിക്കവരും കൊണ്ടുവരും കൈ തികഞ്ഞില്ല, വേറെ പീസ് വെച്ചാൽ മതി തികഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി ടൈം മറ്റേ നെറ്റി അടിക്കണേലും കൂടുതൽ സമയം പിടിക്കും കേട്ടോ. എന്നാലും ഞാൻ മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ചെയ്ത് കൊടുക്കും. നമുക്കിവിടെ 6.5 ഇഞ്ചും കൂടിയും കൂടുതൽ വേണം കൈ ഇറക്കം. അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു 4.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് നീളത്തിൽ കിട്ടൂല. താഴത്തെ ഫ്ലീറ്ററിൻ്റെ പീസാണ് ഇത്. ബാക്ക് പീസിൽ നിന്ന് 4.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 4.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് വരച്ച് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് അതിൽ നിന്നൊരു 4.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണതായിരിക്കാം കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ ഞങ്ങളും ചെയ്യണവരുണ്ടായിരിക്കും. പക്ഷെ തയ്യൽ ആദ്യമായിട്ടൊക്കെ ചെയ്ത് പഠിക്കുന്നവർക്കൊന്നും ഇങ്ങനെ അറിയാൻ പാടില്ലല്ലോ. നെറ്റി തികയൂലല്ലോ എന്ന് വിചാരിച്ച് തയ്ക്കാതിരിക്കുന്നവരും അരക്കൈ തയ്ക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് വീണ്ടും വീണ്ടും പറഞ്ഞു തന്നത്. ഇത് ബാക്കിൽ കുറച്ച് ഞെറിവായാലും മതി. ഇതാണ് നമുക്ക് കിട്ടിയേക്കണ പീസ് കേട്ടോ. 4.5 ഇഞ്ച് വീതിയിൽ നമ്മൾ 46 ഇഞ്ച് ഇറക്കത്തിലും കട്ട് ചെയ്തെടുത്ത്. ഇറക്കം 46 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബോഡി കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഇറക്കം വന്ന 46 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഈ പീസിനെ 3 കട്ട് ചെയ്യണേ. 2 ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് അത് രണ്ട് കൈയിലും ഓരോ പീസും വയ്ക്കും. ബാലൻസ് വന്ന ഒരു പീസ് 2 കൈയുടെ അടിയിലും വയ്ക്കുകയാണ് കേട്ടോ ചെയ്യണേ. ഇങ്ങനെയാണ് വന്നത് കണ്ടോ. ഇതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ്. അത് തന്നെ ഒന്നും കൂടെ മടക്കി വച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. 2 കൈക്കും ഓരോ പീസ് വരുന്ന രീതിയിൽ. എന്നിട്ട് അവിടുന്ന് ബാലൻസ് വന്ന ബാക്കി പീസാണ് താഴെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 15 ഇഞ്ച് ഇറക്കം കിട്ടും കേട്ടോ. അത് നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതിപ്പോൾ 2 പീസുണ്ട്. അത് 2 കൈയിലും ഓരോന്ന് വരാൻ പാകത്തിന് 2 പീസ്. ഇനി ഈ പീസ് എടുത്തിട്ട് ഇതൊന്ന് 2 ആക്കും. ഈ പീസ് 2 മടക്കി ഇവിടെ ഇങ്ങനെ താഴെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൈക്ക് അത്യാവശ്യം ഇറക്ക് കിട്ടും കേട്ടോ. പിന്നെ ഒരേ കളറായതുകൊണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്താലൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ചിലർക്ക് അത് ജോയിൻ്റ് ചെയ്തത് 16 ഇഞ്ച് ഇറക്കമുണ്ട്. പിന്നെ അടിച്ച് തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് 15 ഇഞ്ച് എന്തായാലും കിട്ടും. ചിലർക്ക് കൈ ജോയിൻ്റ് ചെയ്ത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ അവർക്ക് ചെയ്യണ്ട. ഇത് ജോയിൻ്റ് കുഴപ്പമില്ല എന്നുള്ളവർക്കാണ് നമ്മളിത് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഫ്രണ്ടും ഇത് ബാക്കുമാണ്. ബാക്ക് ഞാൻ മറിച്ച് ഇട്ടതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തിരിച്ചറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറിച്ചിട്ട് വെച്ചതാണ്. നമുക്കിത് ഇവിടെ ഒരു ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പം നമ്മുടെ ബോഡിയിൽ നല്ല ഇതിൽ ഇരുന്നോളും. നമ്മുടെ ബോഡി പാർട്ടും അങ്ങനെ ഒരു ഷേപ്പ് ഉള്ളതാണല്ലോ. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് കുഴിച്ച് വെട്ടാൻ കേട്ടോ. 2.5 വീതിയും 2 ഇഞ്ച് ഇറക്കത്തിലും ഇങ്ങനെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മൾ നെയ്റ്റി തയ്ക്കുമ്പോൾ ഫ്രണ്ട് നല്ല ഭംഗിയിലിരിക്കും കേട്ടോ. ചെറിയ ഒരു ഇഞ്ചിലാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ചിലർക്ക് കൈ ജോയിൻറ്റ് വന്നാലും കുഴപ്പമില്ല, ഇറക്കം വേണമെന്നുണ്ട്. പിന്നെ വേറെ പീസൊന്നും വയ്ക്കണതിലും നല്ലതാണല്ലോ. നമ്മുടെ അതേ സെയിം പീസ് വെച്ച് ജോയിൻറ്റ് വന്നാലും അറിയാൻ പോണില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടോ. ഇനി ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കിലെ പീസിന് ഇച്ചിരി ഫ്ലീറ്റ് കുറവ് വരും, ഫ്രണ്ടിലെ പീസിന് ഫ്ലീറ്റ് കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ നൈറ്റിയുടെ കട്ടിങ്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. എൻ്റെ വീഡിയോകളെല്ലാം കാണാം.